അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2 trains, one from Delhi to Pune and other from Pune to Delhi, start simultaneously. After they meet, the trains reach their destination after 4 hours and 9 hours respectively. What will be the ratio of their speed? സാധാരണ ഇതിൽ ചോദിക്കാറുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. ആകെ പറഞ്ഞേക്കുന്നത് ഒന്ന് പൂനെ മുതൽ ഡൽഹി വരെയും മറ്റേത് ഡൽഹി മുതൽ പൂനെ വരെ. ഒന്ന് പൂനെ ടു ഡൽഹിയും ഒന്ന് ഡൽഹി ടു പൂനെയാണ് പോകുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് രണ്ടുപേരും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും എന്ത് ചെയ്തു? മീറ്റ് ചെയ്തു. ഏതോ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ആൾ വന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ആൾ ഇവിടെ വന്ന് റീച്ച് ചെയ്തു, രണ്ടാമത്തെ ആൾ ഇവിടുന്ന് ഇവിടെ വന്ന് റീച്ച് ചെയ്തു. ഈ ഒരു ടൈം എന്ന് പറയുന്നതാണ്, അതിൻ്റെ റേഷ്യോ ആണ് പറയുന്നത് 4 hours 9 hours എന്ന് പറയുന്നത്. റേഷ്യോ അല്ല, അതിൻ്റെ വാല്യൂ ആണ് പറഞ്ഞേക്കുന്നത്. ഒരാൾ 4 hours ഒരാൾ 9 hours എടുത്തു എങ്കിൽ അവരുടെ സ്പീഡ്, ഈ രണ്ട് ട്രെയിനിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല, ഏത് സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയത്തില്ല, ഡിസ്റ്റൻസ് ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ, സ്പീഡ് ഓഫ് 1 ഈസ്റ്റ് സ്പീഡ് ഓഫ് 2, രണ്ട് പേരുടെയും സ്പീഡിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേറെ പ്രത്യേകിച്ച് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം എന്താ, ഈ ടൈം ഇങ്ങനെ ആഫ്റ്റർ മീറ്റ് ഒരു രണ്ടുപേർ ക്രോസ് ചെയ്തതിന് ശേഷമുള്ള ടൈമാണ് തരുന്നതെങ്കിൽ അങ്ങനെ തരുന്ന ആ ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ √T1 റേഷ്യോ √T2 റേഷ്യോ √T1 എടുത്താൽ മതി. ഇതായിരിക്കും എന്ത്? അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. അതായത് എന്തായിരിക്കും? രണ്ടാമത്തെ ആളുടെ ടൈമിൻ്റെ റൂട്ട് ആദ്യം എഴുതണം, പിന്നെ ആദ്യത്തെ ആളുടെ ടൈമിൻ്റെ റൂട്ട് എഴുതണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ ടൈം എത്രയായിരുന്നു? 4 hours 9 hours അല്ലേ? അപ്പോൾ സെക്കൻഡ് വൺ എടുത്താൽ എന്ത് കിട്ടും? √9 റേഷ്യോ √4 എന്നായിരിക്കും. എന്ന് വെച്ചാൽ എത്ര കിട്ടും? 3:2 ആയിരിക്കും എന്ത്? അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. നമുക്ക് ആക്ച്വൽ സ്പീഡൊന്നും വേണ്ട, സ്പീഡിൻ്റെ റേഷ്യോ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ആൻസറിലേക്ക് എത്തിക്കണം. കാരണം നമുക്ക് സമയം അത്രയും കുറവാണ്. അപ്പോൾ ആ രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേക്കുക. വേറെ ഒന്നും ആലോചിക്കുകയും ചിന്തിക്കുകയും ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ടൈം 4ഉം 9ഉം ആണെങ്കിൽ തിരിച്ചിടുക, റൂട്ട് എടുക്കുക. 9 √4 ആൻസർ എത്ര കിട്ടും? 3:2 ആയിരിക്കും ആൻസർ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് ഓർത്ത് വെച്ചേക്കുക. അല്ലാതെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാ ബേസിക് ലെവലിൽ ചിന്തിച്ച് കുഴപ്പിച്ച് ആൻസർ എത്തിക്കാത്ത ഒരു അവസ്ഥ വരുത്തരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആഫ്റ്റർ മീറ്റിൻ്റെ ടൈം തന്നു കഴിഞ്ഞാൽ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ √T2 റേഷ്യോ √T1 ആയിരിക്കും. ഇനി ഇതുപോലെ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം നമുക്ക്. ഇതേപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻസ് അതെന്തായാലും നോക്കാം. A train leaves Bombay at 6:30 a.m. and reaches Jaipur at 10:30 a.m. Another train leaves Jaipur at 9 a.m. and reaches Bombay at 12:30 p.m. When will train A meet B after leaving? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഈ സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് സാധാ മെത്തേഡിൽ ലോജിക്കൊക്കെ വെച്ചിട്ട് എങ്ങനെ എത്ര മണിക്ക് പോയി എത്ര സ്പീഡ് എങ്ങനെയാണ് എപ്പോൾ മീറ്റ് ചെയ്യുന്നൊക്കെയുള്ള, എത്ര ടൈം കഴിഞ്ഞ് മീറ്റ് ചെയ്യും, എത്ര ഡിസ്റ്റൻസ് മീറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ ഡീപ്പായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ലോജിക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത്? ആദ്യത്തെ ആൾ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്ര മിനിറ്റിന് ശേഷം എത്ര മണിക്കൂറിന് ശേഷമായിരിക്കും അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന മീറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്തായിരുന്നു? ബോംബെ മുതൽ ജയ്പൂർ വരെയായിരുന്നു പോകേണ്ടത്. ബോംബെയിൽ നിന്ന് 6:30 ട്രെയിൻ ഇങ്ങടേക്ക് പോകും. അയാൾ ഇവിടെ എപ്പോൾ എത്തും? 10:30 എത്തും, 10:30 എത്തും. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ജയ്പൂരിൽ നിന്ന് 9 മണിക്ക് ഒരാൾ ഇറങ്ങും. 9 മണിക്ക് ഒരാൾ ഇങ്ങോട്ട് വരും. അയാൾ ഇവിടെ എത്ര മണിക്ക് എത്തും? 12:30 എത്തും. ഓക്കെ, ഇയാൾ 10:30 ഇവിടെ എത്തും, ഇയാൾ 9 മണിക്ക് ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഫസ്റ്റ് ടൈം ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്ര മണിക്കൂർ എടുത്തിട്ടായിരിക്കും അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക? കാരണം ഇയാൾ 9 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇയാൾ 10:30 ആയിട്ടങ്ങ് എത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് എവിടെയോ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ആ മീറ്റ് ചെയ്യുന്ന ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. മീറ്റ് ചെയ്യുന്ന ടൈമിൻ്റെ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കാം. അതിൽ ഇക്വേഷൻ എഴുതുന്നത് ഇനിഷ്യൽ ടൈം പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവം എന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നുമില്ല. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം ആൻഡ്
length of total time, length of total time divided by sum of first time and second time. എന്തായിരുന്നു ഇത് കാണുമ്പോൾ ഇത്രയും വലുതൊന്നും പഠിക്കാൻ വയ്യ, നമ്മൾ സാധാരണ മെത്തേഡിലും ചെയ്തോളാം എന്നൊക്കെ തോന്നും. ഈ എഴുതി കാണുമ്പോൾ പാടെയുള്ളതൊന്നും ലോജിക്കൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്കൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അതായത് ഇവരുടെ മീറ്റിംഗ് ടൈമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇനിഷ്യൽ ടൈം, അതെന്താ ഇനിഷ്യൽ ടൈം എഴുതുന്നത്, അതായത് എത്ര മണിക്കാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്നുള്ള ടൈം നമുക്കിവിടെ കിട്ടും. അതിന് നമുക്ക് ഈ ക്ലോക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇനിഷ്യൽ ടൈം വേണം. അതാണ് നമ്മൾ എടുക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരാളെ ബേസ് ആക്കി വയ്ക്കുന്നത്. ഇനിഷ്യൽ ഏറ്റവും ആദ്യം തുടങ്ങിയ ആരാണ്, അയാൾ കഴിഞ്ഞിട്ടല്ലേ എത്ര മണിക്കൂറിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് വേണ്ടത് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ ടൈം പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം ഇൻ ആൻഡ് ലെങ്ത് ഓഫ് ദി ടോട്ടൽ ടൈം. എന്താ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ തന്ന ടൈമല്ല, ഈ ജേർണിക്ക് എടുത്ത ടൈം, ജേർണിയുടെ ടൈമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ജേർണിക്ക് എത്ര ടൈം എടുത്തു, എത്ര ടൈം വേണ്ടി വന്നു? 6:30 സ്റ്റാർട്ട് ചെയ്തു, 10:30 എത്തി. എത്ര മണിക്കൂർ വേണ്ടി വന്നു? 6:30, 7:30, 8:30, 9:30, 10:30. 4 മണിക്കൂറായിരുന്നു ആദ്യം വേണ്ടി വന്നത് അല്ലേ? രണ്ടാമത്തെ ആൾക്കോ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 12:30 എത്തി. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10 മണി, 11 മണി, 12 മണി, 12:30, 3.5 മണിക്കൂർ മതിയായിരുന്നു. ഈ ടോട്ടൽ ജേണിക്കുള്ള ടൈമോ, ടോട്ടൽ ജേണി 6:30 സ്റ്റാർട്ട് ചെയ്തു, 12:30 എൻഡ് ചെയ്തു. 6:30 തുടങ്ങി, ഒരു 4 മണിക്കൂറായി, 10:30, 11:30, 12:30. അതായത് മൊത്തം ടോട്ടൽ ടൈം എത്രയായിരുന്നു? 6 മണിക്കൂർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫസ്റ്റ് ടൈം? ആദ്യത്തെ ജേണിക്ക് വേണ്ടി വന്ന ടൈം. ഫസ്റ്റ് ജേണി, ആദ്യത്തെ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന ടൈം, ആ ഫസ്റ്റ് ജേണിക്ക് വേണ്ടുന്ന ടൈം. ഇവിടെ ഫസ്റ്റ് ജേണിക്ക് വേണ്ടുന്ന ടൈം എത്രയാ? 4 മണിക്കൂറാണ് ആദ്യത്തെ ജേണിക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് എഴുതി പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ 4 ഇൻറ്റു ലെങ്ത് ഓഫ് ടോട്ടൽ ടൈം. എന്താ ലെങ്ത് ഓഫ് ടോട്ടൽ ടൈം വെച്ചാൽ ആദ്യത്തെ ആൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനത്തെ ആൾ എൻഡ് ചെയ്യുന്നത് വരെയുള്ള മൊത്തം ടൈം എത്ര? ആദ്യത്തെ ആൾ 6:30 സ്റ്റാർട്ട് ചെയ്തു, അവസാനം എവിടെ എൻഡ് ചെയ്യുന്നത്? 12:30 മറ്റേ ആൾ ഇപ്പുറത്തെ അടുത്ത് എൻഡ് ചെയ്തു. അപ്പോൾ ആ മൊത്തം ആ ഒരു ജേർണിയുടെ ടൈം എന്താ? ഫുൾ സമ്മല്ല എടുക്കേണ്ടത്, ഈ ഒരു ജേർണിയുടെ ടൈം മാത്രം എടുത്താൽ മതി. അതായത് ഇയാളുടെ ടൈമിൻ്റെ സമ്മല്ല, ആദ്യത്തെ ആൾ സ്റ്റാർട്ട് ചെയ്തതും അവസാനത്തെ ആൾ എൻഡ് ചെയ്തതും തമ്മിൽ ഉള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് ആ ലെങ്ത് ഓഫ് എന്താണ് ടോട്ടൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. അങ്ങനെ അവിടെ എത്രയായിട്ട് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 6 അവർ കിട്ടി. ഡിവൈഡ് ബൈ സം ഓഫ് ഫസ്റ്റ് ടൈം. സം ഓഫ് ഫസ്റ്റ് ടൈം എത്ര നമുക്കറിയാം? 4 ആണ്. പ്ലസ് സെക്കൻഡ് ടൈം എത്ര? 3:30 ആണ്. സോൾവ് ചെയ്ത ആൻസറായി. അപ്പം ഇത് സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നു. നമുക്കറിയാം ഇനിഷ്യൽ ടൈം എത്രയായിരുന്നു? 6:30. അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ആവശ്യം ഇത്ര ആൾക്കാരല്ലേ. 6 × 4 എത്ര കിട്ടും? 24 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ, ഒരു 4 + 3:30. നമുക്ക് വേണമെങ്കിൽ 7:30 എഴുതാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഡെസിമൽ ആക്കിയും ചെയ്യാം. അത് എങ്ങനെ എഴുതിയാലും ആൻസർ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ ചെയ്യാനുള്ള 7:30 7.30 എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ 30യും 0.5 തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ 4 + 3.5 ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ 7/2 ഇട്ടാലും മതി. 7/2 ഇട്ടാലും ആൻസർ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആൻസർ എത്ര കിട്ടും? 8 + 7 15/2 കിട്ടും. ഈ ഒരു പോർഷൻ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എല്ലാം എഴുതണ്ടേ. 24 ഡിവൈഡ് ബൈ ഇതിപ്പോൾ എത്ര കിട്ടും? 8 + 7 15/2 കിട്ടും. അതായത് എത്ര കിട്ടും ഇവിടെ ആൻസർ? 24 × 2 48/15 കിട്ടും. അതായത് 6:30 ഒരു 48/15 അവർ അധികം എടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ 48/15 എന്ന് പറഞ്ഞാൽ? 15 × 3 ആണെന്ത്? 45. അപ്പോൾ 15 × 3 ചെയ്താൽ തന്നെ 3 അവർ ചെയ്താൽ തന്നെ എന്തായി? 45 ആയി. പിന്നെ എന്തുണ്ട്? ഒരു 3/15 ഉണ്ട്. എന്താ 3/15? ബാക്കിയുള്ള 3/15 ഞാൻ എഴുതിയ മനസ്സിലായോ? 48/15 വെച്ചാൽ 45/15 + 3/15 ആണ്. 45/15 എന്ന് വെച്ചാൽ എത്രയാ? 3 അവർന്ന് കിട്ടി. ഇനി ഒരു 3/15 അവറും കൂടി ഉണ്ട്. അതിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 60/15 എത്ര കിട്ടി? 4 കിട്ടി. 4 × 3 എത്ര? 12 കിട്ടി. 3 അവർ 12 മിനിറ്റ്സ് എന്ന് കിട്ടും. അതായത് 6:30 ശേഷം ഒരു 3 മണിക്കൂർ 12 മിനിറ്റും കൂടി അധികം എടുത്താലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ മീറ്റ് ചെയ്യുന്നത്. എങ്കിൽ മീറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ എത്ര കിട്ടും? ഒരു 3:12 ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 42 9 42 അവരെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും.
ഇതായിരിക്കും നമ്മുടെ എന്ത് മീറ്റിംഗ് ടൈം. നമ്മൾ വേറെ ഇക്വേഷനോ വേറെ കാര്യങ്ങളോ ലോജിക്കോ ഒന്നും പഠിക്കേണ്ട. ഒന്നും കൂടി ഒരു തവണ കൂടി ഞാൻ പറയാം. മീറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ ഇനിഷ്യൽ ടൈം, അതായത് നമ്മൾ എപ്പോഴും ക്വസ്റ്റിന് പറയും ആ എ എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എപ്പോഴാണ് മീറ്റ് ചെയ്തത് എന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റിന് തരും. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ടൈം പ്ലസ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ജേണിയുടെ ടൈം, ഫസ്റ്റ് ജേണിക്ക് എത്ര ടൈം എടുത്തു അതേ ഇൻറ്റു ടോട്ടൽ ജേണിക്ക് എടുത്ത ടൈം. ടോട്ടൽ ജേണിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ലാസ്റ്റ് ട്രെയിൻ എൻഡ് ചെയ്തവരുള്ള മൊത്തം ടൈമിൻ്റെ ഡിഫറൻസ്, അത് എത്ര ടൈം എടുത്തു എന്നുള്ള കാര്യം, അതിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഫസ്റ്റ് ജേണിയുടെ ടൈം പ്ലസ് സെക്കൻഡ് ജേണിയുടെ ടൈം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് ജേണിയുടെ സം എടുത്ത് കൂട്ടിയാൽ മതി. അല്ല വേറെ വലിയ കഥകളൊന്നും ഇല്ല ഇതിനകത്ത്. ഇത് ഇങ്ങനെ സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി അടുത്ത ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനും തറവാകാനും വേണ്ടി ഞാൻ ഒന്നും കൂടെ തരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യത്തില്ല, വേഗത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മീറ്റ് ടൈം എത്രയായിരിക്കും? ഇനിഷ്യൽ ടൈം, ഞാൻ ഇക്വേഷൻ ഇതിലെ ഇനിഷ്യൽ ടൈം ഇവിടെ ആരാ നോക്കിയാൽ ആദ്യം ഇനിഷ്യൽ ടൈം ആരാ? 430 പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടൈം ഇൻറ്റു ടോട്ടൽ ടൈം. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ എത്രയാ? 4:30 സ്റ്റാർട്ട് ചെയ്തു, 10:30 എൻഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 4 6 10 6 അവർ കിട്ടി ഇൻറ്റു. ഇനി ടോട്ടൽ ടൈം 4:30 സ്റ്റാർട്ട് ചെയ്ത് 8:30 2:30. ഇതല്ലേ ടോട്ടൽ ടൈമിൻ്റെ ഡിഫറൻസ് എടുക്കേണ്ടത്? ആരൊക്കെ തമ്മിലാ? 4:13 2:13 തമ്മിലാ. 4:30 6 കൂട്ടി 10:30 വന്നു. 10:30 വീണ്ടും എന്താണ്? ഒരു 11:30 12:30 1:30 2:30, അതായത് ഒരു 4 കൂടെ ഒരു 10 അവറും കൂടി എക്സ്ട്രാ വരും. അതായത് 4:30 കൂടെ ഒരു 10 അവർ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 14:30 കിട്ടും. 14:30 ആണ് എന്ത്? റെയിൽവേ ടൈം 2:30. അപ്പോൾ ഡിവൈഡ് ബൈ ഇനിഷ്യൽ ടൈം ബൈ പ്ലസ് ഫൈനൽ ടൈം. ഇനിഷ്യൽ ടൈം നമുക്കറിയാം 6 തന്നെയാണ്, അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു വാല്യൂ തന്നെയാണ് അടി എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ടൈം 8:30 to 12:30. 8:30 to 12:30 എത്രയായിരിക്കും? 8 4 12 6, വീണ്ടും ഒരു 6 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടും നോക്കിയേ? 430 പ്ലസ് 6 into 10 60/12. 60/12 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്? 5 hour. അതായത് 430 പ്ലസ് 5 hour എത്ര കിട്ടും? 9:30 AM എന്ത് ചെയ്യും? അവർ മീറ്റ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് 2 സ്റ്റെപ്പ് മതി ആൻസർ എത്തിക്കാൻ. അല്ലെങ്കിലോ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെ കണ്ടുപിടിച്ച് നോക്കി ഒരു സമയം എടുക്കത്തില്ലേ? അപ്പോൾ ഇത് 1-2 തവണ ഇതേ കണക്ക് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ്റെ ഈ നമ്പറുകളൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് തറവാക്കുക. ഇതേ കണക്ക് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാറ്റിയിട്ടില്ലേ, അതുപോലെ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഇതൊന്ന് തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇതിപ്പോൾ സ്പീഡ് തന്നിട്ട് ചോദിച്ചാലും ഇതിനെ ഈ ക്വസ്റ്റ്യൻ ടിൽറ്റ് ചെയ്താൽ മതി, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. കാരണം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവറേജ് സ്പീഡ് തന്നിട്ട് തരും, അല്ലെങ്കിൽ ആദ്യത്തെ സ്പീഡ് തരും, രണ്ടാമത്തെ സ്പീഡ് തരും, ഡിസ്റ്റൻസ് തന്നിട്ട് തരും, അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ തരും. ഒരാൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്ര മണിക്കൂറിന് ശേഷം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു തരും. അതൊക്കെ ഈ ഒരു മോഡൽ ക്വസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. അത് കുറേ ചെയ്ത് നോക്കുക. കാരണം എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ഓർമ്മ വന്നതൊക്കെ ഞാനെടുത്ത് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അധികം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതൊക്കെ പറഞ്ഞുതരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ നോക്കിയേ. സുജ ആൻഡ് മീനു ട്രാവൽ ഫ്രം എ പോയിന്റ് A to B at a distance of 48 km at 7 km/h and 9 km/h respectively. Meenu reaches B first and return immediately towards the starting point and meet Suja at R. Find the distance between the point A and R. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ കണക്കത്തൊരു എളുപ്പവഴിയുണ്ട്. ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നിങ്ങൾക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം. എന്തായിരുന്നു? സുജയും മീനും 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും എയിൽ നിന്ന്, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു റണ്ണിങ് റേസ് എന്തെങ്കിലും നടത്തുമായിരുന്നു. അപ്പം ആദ്യത്തെ ആൾ 7 km/h, രണ്ടാമത്തെ ആൾ 9 km/h സഞ്ചരിക്കുന്നത്. അപ്പോൾ 2 പേരും ഇവിടുന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലല്ലേ? അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ, അതായത് ആരാ? മീൻ എന്ത് ചെയ്തു? നേരെ ബിയിൽ ചെന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. അയാൾ അവിടെ എത്തിയിട്ട് ശേഷം തിരിച്ച് നടക്കാൻ ശ്രമിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് ഏതൊരു പോയിന്റിൽ ആറെന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന സുജയും മീനും എന്ത് ചെയ്തു? തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആറെന്ന് പറയുന്ന പോയിന്റ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയിൽ നിന്നും എത്ര ദൂരം അകലെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായോ? 2 പേർ എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നു. 2 പേർക്ക് ഡിഫറൻറ്റ് സ്പീഡായിരുന്നു. അതിൽ സ്പീഡ് കൂടിയാൽ വേഗത്തിൽ ബിയിലെത്തുമല്ലോ. അങ്ങനെ വേഗത്തിൽ ബിയിലെത്തിയതിനു ശേഷം അയാൾ അപ്പം തന്നെ തിരിച്ച് എയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഇവർ മീറ്റ് ചെയ്ത സ്ഥലം എത്രയാണെന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ മീറ്റ് ചെയ്ത് എത്ര ഡിസ്റ്റൻസിന് അകലെ വെച്ച് ഇവർ മീറ്റ് ചെയ്യും എന്നാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്.
അങ്ങനെ തിരിച്ച് പെട്ടെന്ന് അവിടുന്ന് റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എയും ബി അല്ലെങ്കിൽ മീനും സുജിയും തമ്മിൽ എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ വെച്ച് മീറ്റ് ചെയ്യും. ഈ 6 എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രസക്തിയില്ല ഇവിടെ. എത്ര ഡിസ്റ്റൻസ് അകലെ വെച്ച് അവർ മീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതായത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്നുവെച്ചാൽ മീറ്റിംഗ് ഡിസ്റ്റൻസ് ആണോ, മീറ്റിംഗ് ഡിസ്റ്റൻസ് അല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല. മീറ്റിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2D ഇൻറ്റു S1 ബൈ S1 പ്ലസ് S2. ഇതങ്ങ് കാണാൻ പഠിച്ചിരുന്നാൽ മതി. 2D ഇൻറ്റു S1 ഡിവൈഡ് ബൈ S1 പ്ലസ് S2. ഈ S1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ സ്മാളസ്റ്റ് സ്പീഡായിരിക്കും കേട്ടോ, അത് ഓർത്ത് ചെയ്യണം. സ്മാളസ്റ്റ് സ്പീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? S1 എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ആളുടെ സ്പീഡാണോ അത് ആദ്യത്തെ ആളുടെ സ്പീഡാണോ നോക്കണ്ട. ചെറിയ സ്പീഡ് ഏതാണോ അതാണ് എന്ത്? S1. വേറെ ഒന്നും നമുക്ക് ആലോചിക്കേണ്ട, നമ്മൾ ഈ കാര്യം ചിന്തിക്കേണ്ട. എപ്പോൾ എത്തും, എങ്ങനെ എത്തും, എത്ര സമയം എടുക്കും എന്നൊന്നും കൺവേർട്ട് ചെയ്യുക ഒന്നും വേണ്ട. ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും മീറ്റിംഗ് ഡിസ്റ്റൻസ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ 6 എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 2D ഇൻറ്റു S1 ബൈ S1 പ്ലസ് S2. കാരണം ക്വസ്റ്റിന് 2 വരെ സ്പീഡ് തന്നിട്ടുണ്ട്. അതിൽ ചെറിയ ആളുടെ സ്പീഡ് ഏതാണോ അതാണ് S1. എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2D എന്ന് വെച്ചാൽ 2 ഇൻറ്റു 48 ഇൻറ്റു S1 എത്രയാ? 7. ചെറിയ സ്പീഡല്ലേ? 7 പ്ലസ് 9 എത്ര കിട്ടും? 60. സോൾവ് ചെയ്താൽ മതി. എത്ര കിട്ടും നോക്കിയേ. ഈ 2ഉം 16ഉം കട്ട് ചെയ്തുമ്പോൾ 8 കിട്ടും. 8ഉം 48ഉം കിട്ടും 6 കിട്ടും. 6 × 7 എത്ര കിട്ടും? 42 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 48 കിലോമീറ്റർ ആയിരുന്നു. അതിലെന്ത് ചെയ്തു? അവർ 42 കിലോമീറ്റർ ആയപ്പോൾ എന്ത് ചെയ്തു? അവർ തമ്മിൽ മീറ്റ് ചെയ്തു. കാരണം എന്താ? മറ്റേയാൾ അങ്ങ് പോയിട്ട് തിരിച്ചു വരണ്ടേ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു 42 കിലോമീറ്റർ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? അവർ തമ്മിൽ മീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് ഇതിൻ്റെ ആൻസർ, ഈ കുറച്ച് മുമ്പേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശരി.